ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതുപോലത്തെ കൊറിയൻ ഹെയർ ആക്സസറീസ് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മോഡൽ കൊറിയൻ ഹെയർ ആക്സസറീസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഈ ഒരു ഹെയർ ആക്സസറീസിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചെയ്യാനായി ഞാനിവിടെ 2 ഇതുപോലത്തെ കോമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 2 കളറിലാണ് എടുത്തേക്കുന്നത്, ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് 2 ഗ്രീനാണ്, ഒരു സ്മാൾ സൈസും ഒരു ബിഗ് സൈസാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 mm ചെറിയ പേൾ ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് സ്റ്റോണും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എലാസ്റ്റിക്കാണ്. ഇത് ഞാൻ പാകത്തിന് കട്ട് ചെയ്തെടുത്ത് വച്ചേക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഇതിൽ ഈ എലാസ്റ്റിക് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഹൂക്ക് പോലെ ഇട്ടിട്ട് ആദ്യം ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ അത് പെട്ടെന്ന് ഊരിപ്പോകും. ഇതുപോലെ കെട്ടരുത്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് രണ്ടും കൂടി അകത്താക്കിയിട്ട് വേണം ലോക്കിട്ടെടുക്കാൻ. ഇതേപോലെ കെട്ടുക. ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് സാധാരണ കെട്ടുന്ന പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ കെട്ടിക്കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ കെട്ടിക്കൊടുക്കാം. ഇതെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബീഡ്സ് കോർത്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കോർത്തെടുക്കാം, ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ഞാനിവിടെ ആദ്യം ഷുഗർ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കാം. വീണ്ടും ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈ എലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം വലിയും എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ പേൾ ബീഡ് മാത്രമാണ് 3 എടുത്തേക്കുന്നത്. ബാക്കിയൊക്കെ 2 വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്റ്റലും ഒരു ഷുഗർ ബീഡ് എന്ന ക്രമത്തിലാണ് കോർത്തെടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ക്രോസിങ്ങിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിനി 2 ബീഡ്സും കൂടി കൊടുക്കാനുണ്ട്, വലിയ ബീഡ്സ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഭാഗത്തുള്ളത് മുകളിൽ കൊടുത്തു, ഈ ഭാഗത്തുള്ളത് താഴോട്ടും കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങനെ ക്രോസ് ചെയ്തേക്കുന്നത്.
ഇതിങ്ങനെയാണ് തലയിലിടുക. ഇതുപോലെ. ഇനി ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ കൊടുക്കാം. ഞാൻ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവർ ഇതുപോലെയുള്ള ഐഡിയാസ് കിട്ടുമ്പോൾ അതിൽ കുറേയൊക്കെ ഉണ്ടാക്കി നോക്കുക. പല ടൈപ്പിലുള്ളത് ഉണ്ടാക്കിയാലേ നമുക്ക് കസ്റ്റമർ വരുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കസ്റ്റമർ വരുന്നത് 2-3 ടൈപ്പ് ആൾക്കാരായിരിക്കും. ആദ്യത്തെ ആൾ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറയും. ചില ആൾക്കാർ ഫോട്ടോ കാണിക്കും ഇതുപോലെ തന്നെ വേണമെന്ന് പറയും. ചിലവർ പിൻട്രസ്റ്റിൽ നിന്ന് മോഡൽ എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കി പഠിച്ചാൽ മാത്രമേ നമുക്കിങ്ങനെയുള്ള കസ്റ്റമർ വരുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടുന്ന ഡിസൈനൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലെയുള്ള ഐഡിയാസ് മാറ്റി മാറ്റി ചെയ്താലേ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിവിടെ ഒട്ടിച്ച് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. വർക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഇളകിപ്പോകും. അപ്പോൾ ഈ ചെയ്തതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ചോദിക്കാം. നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത് ഹെയർ കോമ്പാണ്, കടയിൽ ചോദിച്ചാൽ കിട്ടും. പിന്നെ കുറച്ച് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തേക്കുന്നത്, പേൾ ബീഡാണ്, പിന്നെ ഷുഗർ ബീഡാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതേപോലെ കെട്ടിട്ടെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ വലിക്കാൻ പറ്റണം, അതേ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതൊന്ന് സെറ്റായിട്ട് ഇരിക്കട്ടെ. ഇതെങ്ങനെയാണ് മുടിയിൽ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് മുടിയിൽ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ കുത്തേണ്ട ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് മുടി ചുറ്റിയെടുക്കാം.
മുടി ഇതേപോലെ കെട്ടിയിട്ട് ഇവിടെ വേണേൽ സെറ്റ് ചെയ്യാം. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊരു ഡിസ്കംഫർട്ട്. ഇപ്പം നിങ്ങൾ ആരുടെയെങ്കിലും ഹെൽപ്പ് കൊണ്ട് തലയിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി നോക്കുക, യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് നമ്മൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.